ടു ഫുഡ് അഡിക്ട്സ് ബൈ അപ്പൊ ഇന്ന് നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് വിളമ്പ് നമ്മുടെ 50% തവിടുള്ള നല്ല കുത്തിരി ചോറാണ്. അപ്പൊ ഞാൻ ചോറിന്റെ അളവ് കുറച്ചു. ഒരു ചെറിയ ഡയറ്റൊക്കെ പിടിക്കാൻ ആഗ്രഹം നടക്കില്ലെന്ന് ഉറപ്പാണ്, എന്നാലും വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ കുറച്ചൊന്ന് കുറയ്ക്കാന്ന് വെച്ചാൽ കുറച്ച് ചോറിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. പിന്നെ പ്രോട്ടീനിൽ കുറച്ച് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായി, പണ്ട് വീട്ടിൽ എപ്പോഴും സാമ്പാറായിരുന്നു, ഇപ്പൊ കുറേ ദിവസമായിട്ട് അങ്ങനെ സാമ്പാർ എപ്പോഴും ഉണ്ടാക്കുന്നില്ല. സോ ഞാൻ കുറച്ച് സാമ്പാറുണ്ടെന്ന് ഇത്തിരി സാമ്പാറും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചു. ദെൻ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പേരി എന്ന് പറഞ്ഞത് അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതേ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും കുറച്ചെടുത്തു. അതൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം, വെജിറ്റബിൾസ് ആണല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുന്ന അനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടിയാൽ വിശപ്പ് മാറും. നമ്മൾ അത്രയ്ക്ക് ചീത്തയായി കഴിച്ചൊന്നൊരു കുറ്റബോധം ഉണ്ടാവില്ല, ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. ഈ പൂച്ചക്കുട്ടി നിൽക്കുന്ന എന്തിനാണെന്നറിയോ? അതെ, ഞാൻ പ്രോൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാത്തു വീട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രോൺസ് ഉണ്ടാക്കിയത്. ദൈവം സഹായിച്ചതിൽ ഒറ്റ പ്രോൺസ് നമുക്ക് കഴിക്കാൻ കിട്ടില്ല, നമുക്ക് ഗ്രേവി മാത്രം. അവൾക്കാണ് പ്രോൺസ്. ഞാൻ വിളമ്പാം. മതി മതി മതി. അപ്പം ഇത് പ്രോൺസിന്റെ നല്ല അടിപൊളി മസാലയാണ്. അപ്പം ഇതൊന്നും അല്ല ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇവനാണ്. ഗസ് വാട്ട് ഈസ് ദിസ്? അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ചാള പൊള്ളിച്ചതാണ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഓ മൈ ഗോഡ്. ആ ഇലയുടെയൊക്കെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വായ എൻ്റെ പാത്തുട്ടിന് കൊടുക്കട്ടെ. ചൂടുണ്ട്, ചൂട് ചൂട്. സോറി. ഫീൽ ചെയ്യാം. അപ്പം നമുക്ക് ഇതും കൂടെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ സൈഡിലേക്ക് വിളമ്പി വയ്ക്കാം. കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ പ്രോൺസ് പോയി. അപ്പൊ കഴിച്ചാലോ? അപ്പൊ ഇന്ന് ആദ്യം എന്ത് കൂട്ടി ഊണ് കഴിക്കും? എനിക്ക് തോന്നുന്നു പാത്തോട്ടനുള്ളതുകൊണ്ട് പ്രോൺസിനെ പറയുള്ളൂ, അല്ലടാ? സോ നമുക്ക് ഈ പ്രോൺസ് എടുത്ത് വെച്ചിട്ട് അത് മാത്രം അങ്ങനെയാണ് കഴിക്കുക. ഇന്ന് ചോറൊക്കെ നല്ല ചൂടാണ്. നല്ല ചൂടാട്ടോ. ഇപ്പൊ പാത്തുകൊട്ടൻ തുള്ളണ കാണിച്ചാൽ ഓക്കെ. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ഉണ്ട്, ചൂടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ ഗ്രേവി, നമുക്ക് ചെമ്മീനൊന്നും കിട്ടില്ല, കുറച്ച് ഗ്രേവിയും ഇത്തിരി ചെറുപയറും കുറച്ച് ചാളയുടെ ആ മസാല എല്ലാം കൂടെ വെച്ചിട്ട് സൂപ്പർ. നല്ല ചൂട് വെന്ത ചോറ് കേട്ടോ, ഇച്ചിരി കുഴഞ്ഞ ചോറ്, അതിലേക്ക് ഈ ഗ്രേവിയൊക്കെ കൂടെ വെച്ചിട്ട് ഓ യം. മിക്കവാറും ഞാൻ ഇത്രയും കൂടെ ചോറ് എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു വായിക്കോ? അല്ല, ചൂട് പോയി, ചൂട് പോയി. ഇല്ല, ചൂട് പോയില്ല. ഇല്ലമ്മ, ചൂടില്ല. ആണിക്ക് ഞാൻ ഫീൽ ചെയ്യാം. അപ്പൊ ഞാനിത് കഴിച്ച് തീർക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.